ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലേക്ക് കാപ്പിക്ക് ചെയ്യുന്ന അപ്പം അറിയാലോ എല്ലാവർക്കും. രാവിലെയൊക്കെ കാപ്പിക്ക് അപ്പം മുട്ടക്കറി, അപ്പം ചിക്കൻ കറി, അപ്പം ബീഫ്, അതൊക്കെ അറിയാലോ എല്ലാവർക്കും. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ്. മിക്ക വീടുകളിൽ ഈ അപ്പത്തിനൊക്കെ ആട്ടി വെക്കുമ്പോൾ രാവിലെ പുളിച്ച് പൊങ്ങി വരണമെന്നില്ല, അപ്പം ചുടുമ്പോഴത്തേക്ക് നന്നായിട്ട് വരണമെന്നില്ല, നല്ല സോഫ്റ്റ് ആവത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ ആട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വേണ്ടതെന്ന് നോക്കാം. പച്ചരി, ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ്. പിന്നെ ചോറ്, പിന്നെ ഇത് അരമുറി തേങ്ങയുണ്ട്, അത് ചിരകി എടുത്തത്, ആവശ്യത്തിന് പഞ്ചസാര, മധുരം എത്ര വേണമെന്ന് വെച്ചിട്ട് അത് മതി. പിന്നെ ഈസ്റ്റ്, 10 രൂപ പാക്കറ്റ് കടയിൽ നിന്നിട്ടുള്ള ഈസ്റ്റ്. അപ്പൊ ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് അരച്ചെടുത്താലോ. ഞാൻ ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് 2 സ്റ്റെപ്പായിട്ടാണ് അരയ്ക്കുന്നത്. ഈ ഇത്രയും സാധനം തന്നെ 2 പാർട്ടായിട്ട് എടുത്താണ് അരയ്ക്കുന്നത് കേട്ടോ. അതിലെ പകുതി പച്ചരി ആദ്യം എടുക്കാറ്. അതുപോലെ എല്ലാം പകുതി പകുതി, എന്നുവെച്ചാൽ 2 സ്റ്റെപ്പായിട്ട് ആട്ടേണ്ടി വരും, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കേടായിരിക്കും. പകുതി തേങ്ങ, അതുപോലെ പകുതി ചോറ്. വലിയ ജാറാണെങ്കിൽ അത് ഒത്തിരി ചെയ്യാം കേട്ടോ. അതുപോലെ പഞ്ചസാര, ഈസ്റ്റ് ഞാൻ 2 കൂടെ കണക്കാക്കി ഒറ്റ തന്നെ ഇടുന്നു. ഈസ്റ്റ് ഒരു കുറച്ച്, ഒരു ചെറിയൊരു സ്പൂണിന്റെ അളവ് ചേർത്തത്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് വരാം. പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് അരയ്ക്കാണ്ട്. ഇതുപോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഈ അരച്ചും കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരച്ചെടുത്ത മാവ് ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് രാവിലത്തേക്കാണെങ്കിൽ തലേ ദിവസം ആട്ടി വെച്ചിരുന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് കിട്ടും. ഇതിപ്പോ ഞാൻ രാവിലെയാണ് ചെയ്തത്. അപ്പൊ നമുക്കിത് വൈകുന്നേരം ചുട്ടിട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. വൈകുന്നേരം ഇപ്പൊ കണ്ടോ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ചുകൂടെ ഇരുന്നാൽ ഇനി തുളുമ്പി കളയും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി ചുട്ട് നോക്കണ്ടേ ഇത് എങ്ങനെയുണ്ടെന്ന്. ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ ഉപ്പ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. എടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് നമുക്ക് അതിന് മാവ് ഒഴിക്കാം. ഞാൻ അടപ്പിട്ട് അടച്ചു വയ്ക്കാവേ. അപ്പൊ എന്തായാലും അപ്പം വേവാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാവേ ഇത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റാണ്. കറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി, നമുക്കിവിടെ നിന്ന് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ലവ് യു ആൻഡ് ബൈ.